മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ക്ഷേത്ര പരിസരങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വലിയ രീതിയിൽ ജനക്കൂട്ടമുണ്ടാകുന്നു, ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ ക്ഷേത്ര പ്രോഗ്രാമുകളിൽ ഗണഗീതം പാടുന്നു എന്ന് ആരോപിച്ച് എല്ലായിടങ്ങളിലും CPM-ഉം അവരുടെ യുവജന സംഘടനയും നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം നാം അത് കണ്ണൂരിൽ കണ്ടു, ഇപ്പോൾ ഇന്നലെ ഇത് തിരുവനന്തപുരത്താണ്. ഇതിന്റെ ഫലമോ വലിയ സംഘർഷമുണ്ടാകുന്നു. എന്താണ് CPM-ന്റെ ലക്ഷ്യം? ഒരു 10-30 വർഷം മുമ്പ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഥാപ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ഈ കഥാപ്രസംഗങ്ങൾ മുഴുവൻ ക്ഷേത്രവിരുദ്ധമായുള്ള കഥാപ്രസംഗങ്ങളായിരുന്നു. അതിന് ചില വ്യക്തികളെ നിശ്ചയിച്ചിട്ട് ആ വ്യക്തികൾ പോയി കഥാപ്രസംഗം ചെറുപ്പക്കാരെ ആകർഷിക്കാനുള്ളൊരു മീഡിയ ആയിരുന്നു കഥാപ്രസംഗങ്ങൾ. അതേപോലെ നാടകങ്ങൾ, ഇത് മുഴുവൻ സന്യാസിമാരെ, ക്ഷേത്രങ്ങളെ, മഠങ്ങളെ, സായിബാബയെ, ഇതേപോലത്തെ ആൾക്കാരെ മുഴുവൻ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു തരം നാടകങ്ങളാണ്. യുക്തിവാദികളെ വളർത്തിയെടുക്കാൻ വേണ്ടി വലിയൊരു ശ്രമം നടത്തിയിരുന്നു. അന്നതൊരു ഫാഷനായിരുന്നു. ആ വിധത്തിൽ അന്ന് KPAC എല്ലാ നാടകങ്ങളും രാഷ്ട്രീയക്കാരുടെ കളരിയിലല്ല പോയത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിലും ഇതേപോലത്തെ പരിപാടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറേഞ്ച് ചെയ്തു. വിശ്വാസം നഷ്ടപ്പെടുന്നതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്തന്മാരെ മുഴുവൻ അവഹേളിച്ചു. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തകർന്നു എന്ന് പ്രചരിപ്പിച്ചു. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന മാർസിൻ്റെ ചിന്താഗതി ഇവിടുത്തെ ആളിലേക്ക് കുത്തിവെച്ചു. ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു 30 വർഷം മുമ്പ്. പിന്നീട് അതിൽ മാറ്റം വന്നു. ക്ഷേത്രങ്ങളിൽ നാമജപം തുടങ്ങി, ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം തുടങ്ങി. ധാരാളം സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും ക്ഷേത്രങ്ങളിലേക്ക് വരാൻ തുടങ്ങി. ക്ഷേത്രങ്ങളിലെ പരിപാടിയിലും അതോടൊപ്പം മാറ്റം വന്നു. പ്രാദേശികമായുള്ള നേതാക്കന്മാർ ആരോരും അറിയാതെ സാധാരണക്കിടയിൽ കുത്തിവെച്ചിരുന്ന ഈ ഹിന്ദുവിരുദ്ധ, ക്ഷേത്രവിരുദ്ധ ചിന്തിക്കാൻ തുടങ്ങിയിരുന്ന ആൾക്കാർ മാറ്റം വരുത്തി എന്ന് വേണം പറയാൻ. അതിൽ നല്ലൊരു ശതമാനം പ്രവർത്തനം നടത്തിയത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. പല സംഘടനകളുമുണ്ട്. അവർ ജനങ്ങളിലേക്ക് എത്തി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഈ വിധത്തിൽ പല ഭാഗത്തും മതപാഠശാലകൾ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ അകത്തല്ല. ദേവസ്വം ബോർഡുകൾ സമ്മതിച്ചില്ല. ദേവസ്വം ബോർഡിൽ അതിനുള്ള പദ്ധതിയുണ്ട്, പക്ഷെ അത് ചെയ്യുമായിരുന്നില്ല. പക്ഷെ ക്ഷേത്ര പരിസരത്ത് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇതിൻ്റെ ഫലമായിട്ട് ധാരാളം ആളുകൾ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ക്ഷേത്ര പരിപാടിയിലും മാറ്റം വന്നു. ഭജന പാടാൻ തുടങ്ങി ക്ഷേത്രങ്ങളിൽ, ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. ഭജനയുടെ ഇടയിൽ എന്തിനാണ് ഗണഗീതം പാടുന്നു എന്ന ചോദ്യമാണ്. ആ ചോദ്യം വലിയ സംഘർഷത്തിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹത്തിന് പരിക്കേറ്റു. അങ്ങനെ ഒരു സംഘർഷത്തിലൂടെ, ഒരു സംഘർഷമുണ്ടായാൽ നമുക്കറിയാമല്ലോ, അടുത്ത തവണ ഈ സ്ത്രീകളും പെൺകുട്ടികളും അതോടൊപ്പം തന്നെ കുട്ടികളുമൊന്നും ആ ക്ഷേത്ര പരിസരത്ത് പോലും വരില്ല. ഇപ്പം കണ്ണൂരിലിട്ടായി. കണ്ണൂരിൽ എന്താ ചെയ്തത്? കണ്ണൂരിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗണഗീതാണ് എന്ന് ദേശഭക്തി ഗാനം, അതും ഭാരതാംബയെക്കുറിച്ചുള്ളതാണ്, ദേവിക്ക് തുല്യമുള്ളതാണ്. അതാണല്ലോ നമ്മൾ ഭാരതാംബ തന്നെയാണല്ലോ, അത് ദേവിക്ക് തുല്യമായിട്ടുള്ളതാണ്, ദേവിയായിട്ടാണ് സങ്കല്പം ഭാരതാംബയെ. ആ ഭാരതാംബയെ സ്തുതിച്ചുകൊണ്ടുള്ള, അത് അവർ ഗണഗീതം എന്ന് ഉച്ചരിച്ചാലും ശരി, വേറെ ആരെങ്കിലും എന്ത് പറഞ്ഞാലും ശരി, അത് ഒരു ഭജനയായിട്ട് തന്നെയാണ് അത് കാണേണ്ടത്. അപ്പോൾ അത് പാടുന്ന സമയത്ത് എന്തിനാ എതിർക്കാൻ പോണം? അവനവന് ഇഷ്ടമല്ലെങ്കിൽ അവനവന് ഇഷ്ടമില്ലാത്ത ഭാഗത്തെടുക്കും. ഇത് കേട്ടിട്ട് മാറ്റം വരും എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ മാറ്റത്തെ ഉൾക്കൊള്ളില്ലേ വേണ്ടത്? ആ മാറ്റത്തെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അങ്ങനെ മാറ്റം വരും എന്നാണ് അവർ പ്രതീക്ഷയെങ്കിൽ. പക്ഷേ ഇത് വ്യാപകമായിട്ട് അവർ ഇത്തരം കാര്യങ്ങൾ എതിർക്കുന്നു. ഒരു കണ്ണൂരിൽ മാത്രമല്ല, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഭജനങ്ങളോടൊപ്പം തന്നെ ഇത് പാടുന്ന സമയത്താണ് എതിർക്കാൻ. അതേസമയത്ത് വിപ്ലവഗാനങ്ങളാണോ ക്ഷേത്രങ്ങളിൽ പാടേണ്ടത്? അതുണ്ടായിട്ടില്ലേ? ക്ഷേത്രങ്ങളിൽ മൈക്ക് കെട്ടിവെച്ച് കൊടികൾ ഉയർത്തി വിപ്ലവഗാനങ്ങൾ പാടിയത് പണ്ടുണ്ടായിട്ടുണ്ട്, ഇപ്പോഴത് തുടരുന്നുണ്ട് പല സ്ഥലത്തും. ഇതിനെന്താ എതിർക്കേണ്ടതല്ലേ? ഇത് ശരിയാണോ? കാവിക്കൊടികൾ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞൊരിതുണ്ടായി. കാവിക്കൊടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയല്ല.
കാവിക്കൊടി ഇവിടുത്തെ ഹിന്ദു അല്ലെങ്കിൽ ദേശീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന ആൾക്കാർ ക്ഷേത്രങ്ങളിൽ ഉയർത്തിയിരുന്നാണ്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ കാവിക്കൊടി. ആ കാവിക്കൊടി ഉയർത്താൻ പാടില്ല. ക്ഷേത്രങ്ങളിൽ അവർ നിശ്ചയിക്കുന്ന കാര്യങ്ങളെ നടത്താൻ പാടുള്ളൂ എന്നുള്ള ചിന്ത തെറ്റല്ലേ? സാംസ്കാരിക പരിപാടിയാണ് ഇതെല്ലാം. സാംസ്കാരിക പരിപാടിയാണ്, ക്ഷേത്രത്തിലെ പൂജ മാത്രമല്ല. ഉത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഭജന വെച്ചിരിക്കുന്നത്. സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ സാംസ്കാരിക സമ്മേളനങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്താറില്ലേ? ഞാൻ കാണുന്നു ഇപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണ് ഉദ്ഘാടനത്തിന് പോയത് പല സ്ഥലത്തും. അങ്ങനെ പോകാൻ പാടുണ്ടോ? അവരങ്ങനെയാണെങ്കിൽ, ഇതൊന്നും പാടില്ല എന്നാണ് കാഴ്ചപ്പാടെങ്കിൽ ആ ക്ഷേത്രം എന്തിനാണ് അവർ പോകുന്നത്? ഹിന്ദുവിൻ്റെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവർ വെക്കുന്ന പരിപാടികളിൽ അവർ എന്താ പാടുന്നത്? ഒരു കാലത്ത് അവർ അകലം പാലിച്ചിരുന്നുവല്ലോ. ഇപ്പോൾ നടയിലെങ്കിലും എത്തി. അത് നടയിൽ വരെ എത്തി ഉദ്ഘാടനത്തിന് പോകാൻ തയ്യാറായി. ക്ഷേത്രങ്ങളിൽ പോയി മുമ്പിൽ പോയി നിൽക്കാൻ തയ്യാറായി. കൈ ഇങ്ങനെ വെച്ചിരുന്ന ആൾക്കാർ കൈ കൊപ്പിക്കൊണ്ട് നിൽക്കാൻ തയ്യാറായി. അത് ശബരിമല കൊള്ളയൊക്കെ ആയിട്ടുള്ള ബന്ധം ഉണ്ടാകാം അതിന്. ഏതായാലും അങ്ങനത്തെ ഒരു അന്തരീക്ഷം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം പത്രങ്ങളിൽ കാണുന്ന വാർത്ത മുഴുവൻ പാർട്ടി നേതാക്കന്മാർ, പാർട്ടി MLA-മാർ അവരൊക്കെ ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിന് പോണ കാഴ്ചയാണ് കാണുന്നത്. അപ്പം എന്തുകൊണ്ട്? അപ്പം തീരുമാനം വ്യക്തമാണ്. പാർട്ടി എടുത്ത തീരുമാനമാണ് ക്ഷേത്രങ്ങളിൽ പോകാനും അവരല്ലാത്ത ആൾക്കാർ നടത്തുന്ന പരിപാടികളെ നശിപ്പിക്കാനുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് ഒരു സ്ഥലത്ത് ചെറുതായി നടക്കുന്ന ഒരു ചെറിയ സംഭവമല്ല. വ്യാപകമായി നടത്താൻ ഉദ്ദേശിച്ച സംഭവത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പാലോട് നടന്നതും കണ്ണൂർ നടന്നതെല്ലാം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതാര് തന്നെയാണെങ്കിലും അത്തരം പ്രവണതയാണ് ആദ്യം അവരുടെ പാർട്ടി നേതൃത്വം അനുയായികളെ പഠിപ്പിക്കേണ്ടതും അനുയായികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ ദുഷ്പ്രവണതകൾ അവസാനിപ്പിക്കാൻ സാധിക്കും. അല്ല, ഇത് ഹൈന്ദവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായി മാറുമല്ലോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സംഘർഷങ്ങൾ ഉണ്ടായാൽ. അതെ, അവരാഗ്രഹിക്കുന്നതാണല്ലോ. ക്ഷേത്രങ്ങളിൽ ഭയപ്പെട്ടിട്ട് ആൾക്കാർ പോകാതെയാകണം പരിപാടികൾക്ക്. സാംസ്കാരിക പരിപാടികളിൽ കൂടിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടിയിട്ടാണ് കുട്ടികൾ ഹൈന്ദവ സംസ്കാരം, അത് യഥാർത്ഥ സംസ്കാരമാണ്, അത് പഠിക്കുന്നത്. ഭയപ്പെട്ട് കുട്ടികൾ പോയില്ല. അങ്ങനെ സൂചിപ്പിച്ചപ്പോഴാണ് പണ്ട് ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തിക്കെതിരെ ഇത്തരം വലിയ വിമർശനങ്ങളുണ്ടായി. ഇത് ഏതൊക്കെ നല്ല കാര്യങ്ങൾ നടത്തുന്നുണ്ടോ ആ സമയത്തൊക്കെ അതിന് എതിർക്കാൻ വേണ്ടി വരും. ക്ഷേത്രങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാലഗോകുലത്തിൻ്റെ ശോഭയാത്ര, ആ ശോഭായാത്ര നടക്കുന്നത് കൃഷ്ണൻ്റെ വേഷം കെട്ടി, ശ്രീകൃഷ്ണൻ്റെ വേഷം, മലബാറിലെ മുസ്ലിങ്ങൾ പോലും ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിക്കൊണ്ട് പോകുന്ന ശോഭയാത്രകളുണ്ട്. ആ ശോഭയാത്ര നടത്തരുന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവരിത്തരം കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് അന്ന്. ഇതേപോലെ തന്നെയാണ് നല്ല കാര്യങ്ങൾ നടക്കരുത്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പാടില്ല. ഈ ഒരു ദുരുദ്ദേശം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുയായികൾക്ക് പഠിപ്പിച്ചു വിട്ടിട്ട് അനുയായികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.